ഹായ് ഫ്രണ്ട്സ്, രേച്ചസ് കാക്കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു പുതിയ എപ്പിസോഡായിട്ടാണ് വന്നിട്ടുള്ളത്. ഷാർജയിലെ വിൻറ്റേജ് കാർസ് മ്യൂസിയത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പുതിയ വിശേഷങ്ങളായിട്ടാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. ഇവിടെ ഒരു ക്യൂട്ട് കാർ ഇവിടെ ഉണ്ട്. അതൊരു യൂണിക് കാറാണ്, ലിമിറ്റഡ് എഡിഷൻ മോഡലാണ്. നമ്മുടെ വേൾഡിലെ ഒരു സ്മോളസ്റ്റ് കാർ എന്ന് പറയാം. എം ജിയുടെ കൺവേർട്ടബിൾ മോഡലാണ്. മിഡ് ജെറ്റ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിന്റെ ഫസ്റ്റ് ജെൻ ആണ്, ഇതിന്റെ സെക്കൻഡ് ജെൻ, പിന്നെ ഇതിന്റെ തേർഡ് ജെൻ ആണ് ഇതിൽ വരുന്നത്. ഗൈസ്, മസ്റ്റാങ്ങിന്റെ ഒരു പഴയ മോഡലാണ്. 1967 എന്ന് പറഞ്ഞൊരു മസ്റ്റാങ്ങിന്റെ ഒരു മോഡലാണ്. എൻ്റെ ഫേവറേറ്റ് കാറാണ് മസ്റ്റാങ്. ഇത് നിസാന്റെ ഒരു എഞ്ചിനാണ്, ഇൻലൈൻ 4ന്റെ എഞ്ചിനാണ്. അതിൻ്റെ ഒരു ട്രാൻസ്മിഷനുമാണ് ഇതിൽ വരുന്നത്. പഴയ ഒരു എഞ്ചിനാണ് ഇതിൽ വരുന്നത്. നമുക്ക് ഇതിൽ ഗിയറും കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാം. വോക്സ് വാഗൻ്റെ ഒരു കിട്ടിലം ഒരു യൂണിക് കാർ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ നെയിം വരുന്നത് കർമ്മ കിയ എന്നാണ് ഇതിൻ്റെ പേര്. വോക്സ് വാഗൻ കർമ്മ കിയ 1973 മോഡലാണ് ശരിക്കും ഈ വണ്ടി. എന്താ പറയുക, ഭയങ്കര ഒരു ക്യൂട്ട് തന്നെ. വോക്സ് വാഗൻ നമുക്ക് ബീറ്റിലൊക്കെ പോലെ തന്നെ ആ ഒരു ക്യൂട്ട്നെസ് ഇതിലും നമുക്ക് കാണാം. ഒരു പഴയ ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. രണ്ടും ഒരു ബെഡ്ഫോർഡിൻ്റെ ട്രക്കാണ്. രണ്ടും ഗവൺമെൻറ് യൂസിന് ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രക്കാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് 1982 ട്രക്കുകളാണ് ഈ കാണുന്നത്. ഇതൊരു ഗവൺമെന്റ് യൂസ്ഡ് കാറാണ്, ലാൻഡ് ക്രൂസറാണ്. അത് ഷാർജയിലെ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി അവർ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ലാൻഡ് ക്രൂസറാണിത്. ഇതൊരു കിട്ടില മോഡലാണ്. ഞാൻ ഇതിൻ്റെ പേര് തന്നെ ആദ്യമായിട്ട് കേൾക്കണതാണ്. സ്റ്റഡ്സ് മോട്ടോർ എന്നാണ് ഇതിൻ്റെ പേര്. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എക്സോസ്റ്റ് ആണ് കാണേണ്ടത്. ഒരു 3 എക്സോസ്റ്റ് തന്നെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് വരുന്നത്. ഇത് ഫേക്ക് ആണോ എന്ന് എനിക്കറിയില്ല. 3 എണ്ണം. ഇതിൻ്റെ V8 എഞ്ചിനാണ് ശരിക്കും. നമുക്ക് ഇവിടെയും ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലും നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് വരുന്നുണ്ട്. പഴയകാല നമ്പർ പ്ലേറ്റ്സ് ആണ്. UAE ഒരു ഓൾഡ് ഷേപ്പ് കാര്യങ്ങൾ. ഇവിടെ നിന്നൊക്കെ ഭയങ്കര പഴയ ഒരു പെയിൻറ്റിങ് ഇതിലാണ് നമ്പർ പ്ലേറ്റ്സ് ചെയ്തേക്കുന്നത്. ഇത് പഴയ കാലത്തെ ടയേഴ്സും റിംസും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ മെഴ്സിഡസ് ബെൻസിൻ്റെ 600 പുൾമാൻ എന്ന് പറഞ്ഞൊരു മോഡലാണ്. നമ്മുടെ ഷാർജ ഷെയ്ഖിൻ്റെ മെഴ്സിഡസ് ബെൻസ് ആണ് ഈ കാണുന്നത്. പഴയ കാലത്ത് ആ ഒരു ഇപ്പോഴും ആ ഒരു തിളങ്ങി നിൽക്കുന്നതാണ്. നമ്മുടെ ആദ്യ കാലഘട്ടത്തിലെ വണ്ടികളാണ് ഫോർഡിൻ്റെ കാണുന്നത്. പഴയ ആ ഒരു വിൻറ്റേജ് കാർസ് കാര്യങ്ങൾ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്കോഡയുടെ ഒരു മോഡലാണ് ഈ കാണുന്നത്. 1961 ഈ മോഡൽ. സ്കോഡ ഫെലിഷ്യ എന്നുള്ള പേരാണ്. ഇത് സ്കോഡയുടെ ഒരു മോഡലുള്ളൂ. ആ ഒരു മോഡലാണ് ഈ കാണുന്നത്. 1961 പഴയ ഒരു കാലഘട്ടത്തെ ഒരു മോഡലാണ് സ്കോഡയുടെ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫിയറ്റ് ആ ഒരു മോഡലാണ് നമുക്ക് തോന്നുന്നത്. ഇത് ഷവർലയുടെ 3 മോഡൽസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇത് ഷവർലയുടെ ഫസ്റ്റ് ജനറേഷൻ കൂപ്പേ മോഡലാണ് ഇതിൽ വന്നത്. 2 ഡോർ കൂപ്പേ മോഡലാണ്. ഇതിൻ്റെ സെക്കൻഡ് ജനറേഷൻ നമുക്ക് സെഡാൻ മോഡലാണ് ഇത് വരുന്നത്. പിന്നെ അതിൻ്റെ തേർഡ് ജനറേഷനാണ് നമുക്ക് ഇതിൻ്റെ ഡെലിവറി എന്ന് പറയുന്ന ഒരു മോഡൽ വരുന്നത്. ഡോഡ്ജിൻ്റെ പഴയ കാലത്തെ ഒരു മോഡലാണ് ഈ കാണുന്നത്. ഭയങ്കര ഒരു എന്താ പറയുക, അഗ്രസീവ് ലുക്ക് അല്ലേ. ഡോഡ്ജിൻ്റെ 1957, 58 ആ ഒരു കാലഘട്ടത്തെ മോഡലാണ് ഈ വരുന്നത്. ഒരു ക്യൂട്ട് കാറാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. ട്രയംഫ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഒരു UK വണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ക്യൂട്ടാണ്, സ്മൈലി ആയിട്ടാണ് എനിക്കിതിൽ തോന്നുന്നത് ഈ കാറ്.
ഇതൊരു ഒരു യൂണിക് കാറാണ് ശരിക്കും പറഞ്ഞാൽ. ഷവർലെറ്റിൻ്റെ ഒരു വാനാണ് ഈ കാണുന്നത്. ഗ്രെയിൻ ബെയർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. 1962 മോഡലാണ് ഈ വരുന്നത്. കിട്ടില്ല, നമുക്കൊരു ടൂറൊക്കെ പോകാൻ പറ്റിയ ഒരു കിട്ടില്ല വാനാണ്, പഴയ കാലത്തെ ഒരു വാനാണ് ഇതിൽ വന്നേക്കുന്നത്. പിന്നെ നമുക്ക് അടുത്ത് പോകേണ്ടത് നമ്മുടെ കാഡിലാക്കിൻ്റെ ഒരു ആംബുലൻസ് ആണ്. കാഡിലാക്കിൻ്റെ എക്സാൻഡസ് ആംബുലൻസ് ആണ് വരുന്നത്. പഴയ കാലത്ത് ഷാർജയുള്ള ഒരു ആംബുലൻസ് ആണ്. പിന്നെ നമ്മുടെ പഴയ കാലത്തെ ഒരു ഡോഡ്ജ് വരുന്നത് നമ്മുടെ ഫയർ ട്രക്ക് എന്ന് പറയും പഴയ കാലത്തെ. പിന്നെ നമുക്ക് ഷവർലെറ്റിൻ്റെ ഫ്യൂൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഷവർലെറ്റിൻ്റെ ഈ വരുന്ന ഈ ട്രക്ക്. റോൾസ് റോയ്സിൻ്റെ വൺ ഓഫ് ദ ഫസ്റ്റ് റോൾസ് റോയ്സ് ആണ് ഈ കാണുന്നത്. ഇത് 1934 മോഡലാണ്. ഈ ഒരു വാഹനം എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല. ബാക്ക് ടു ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു കാറാണ്. നമ്മുടെ പഴയ കാലഘട്ട സൈക്കിൾസ് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞു സൈക്കിൾ തുടങ്ങി വലിയ സൈക്കിൾസ് ആണ് ഇവിടെ വന്നിട്ടുള്ള. പഴയ കാലത്തെ പെട്രോൾ പമ്പുകളാണ്. ഇത് സ്പെഷ്യൽ. പിന്നെ ഇത് വരുന്നത് നമുക്ക് സൂപ്പർ. ഇത് വരുന്നത് നമുക്ക് E+ എന്നാണ്. എന്ന് വെച്ചാൽ സ്പെഷ്യൽ വരുന്നത് നോർമൽ ഒരു പെട്രോൾ ഇതാണ് അടിക്കുന്നത്. നമുക്ക് സൂപ്പർ എന്ന് പറയുമ്പോൾ ഒരു സ്പോർട്സ് കാർസിനൊക്കെ നമുക്ക് കൂടുതൽ പെട്രോൾ അടിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇതും ഒരു നോർമൽ E+ എന്ന് പറയുന്നതും നോർമലായിട്ട് നമുക്ക് പെട്രോൾ യൂസ് ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ തീർന്നിരിക്കുന്നതാണ്. നമ്മൾ ഷാർജയിലായിരുന്നു. അപ്പോൾ ഷാർജ കാർ മ്യൂസിയത്തിലാണ്. അടിപൊളി വിൻറ്റേജ് കളക്ഷൻസ് ആണ്. അപ്പോൾ ഷാർജയിൽ എന്തായാലും വിസിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഈ ഒരു മ്യൂസിയത്തിൽ എല്ലാവരും വരണം. അടിപൊളിയാണ്. പഴയ കാലത്തെ ആ കാസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു വണ്ടിപ്രാന്തന്മാർക്ക് എന്തായാലും നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് എന്തായാലും മനസ്സിലാവും. ഒരുപാട് കാർ കളക്ഷൻസ് ആണ് ഇതിലുള്ളത്. ഇതിൻ്റെ പുറത്തുമുണ്ട്. അതിൻ്റെ ജസ്റ്റ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. പിന്നെ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.